മരണത്തെ മുഖാമുഖം കാണുന്ന ഈ കൊച്ചു സഹോദരിയുടെ അവസാന പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന നമ്മൾ ഓരോരുത്തരിലുമാണ് പ്രിയപ്പെട്ടവരെ. ഒരു മാസത്തെ മരുന്ന് നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് വിദേശത്ത് നിന്ന് വരുത്തിച്ചിട്ടുണ്ട്. ഇനിയും 5 മാസത്തെ മരുന്നിന് ആവശ്യമായ തുക നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പഠിച്ചവരെ ഓർത്ത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണേ. എനിക്ക് മരിക്കാൻ പേടി ഉണ്ടായിട്ടല്ലേക്ക. എൻ്റെ 2 മക്കൾ, അവരെ നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം നിൽക്കുന്ന തന്നെ അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അവസ്ഥയിലും ഞാൻ ഇങ്ങനെ ഓരോ വേദനയായിട്ട് ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കൂടുമ്പോൾ എനിക്കിങ്ങനെ അസുഖം കൂടിക്കൂടി വരുന്നത്, വയ്യായ്മ കൂടിക്കൂടി വരുന്നത്. സത്യം പറഞ്ഞാൽ മാനസിക നില പോലും വളരെ മോശമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതെൻ്റെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ്. ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ എനിക്കറിയാം ഇപ്പം ഞാൻ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ സത്യം പറഞ്ഞാൽ അനാഥരാവും. ഇപ്പം ഞാൻ ഉണ്ടായിട്ട് പോലും അവരെനിക്ക് കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും പറ്റുന്നൊരവസ്ഥയല്ല. അത്രത്തോളം എനിക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഞാൻ ഉള്ളത്. അത് എങ്ങനെ ഇത് പുറത്ത് കാണിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ഇങ്ങനെ പൊരുതി ഇനിയിപ്പോൾ മരിച്ചാലും പ്രശ്നമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലൊക്കെ എത്തിക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. കാരണം വേദന എങ്ങനെ പുറത്ത് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേദന പുറത്ത് കാണിക്കാത്തത് തന്നെ എൻ്റെ മക്കളെ ആലോചിച്ചിട്ടാണ്. അവരെ ഈ ഒരു പ്രായത്തിലുള്ള ചിരിയും കളിയെല്ലാം കൊണ്ട് ഇങ്ങനെ പോകുന്നത്. ഓരോ നിമിഷം വൈകും തോറും ശാരീരികപരമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കൊച്ചു സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അകമഴിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായവും സഹകരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതൊരു മനുഷ്യന്റെയും നെഞ്ച് തകർക്കുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല, എൻ്റെ പിഞ്ചു മക്കളെ ഓർക്കുമ്പോൾ ഞാൻ മരിച്ചാൽ പോലും എൻ്റെ കണ്ണടയില്ല. ഇത്രയൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഞാൻ ജീവിതത്തോട് പൊരുതുന്നത് എൻ്റെ മക്കളെ ഓർത്താണ്. എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് 27 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരിയായ ഫരീദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടം പറയുമ്പോൾ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പടച്ചവന് മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിനോട് പൊരുതിയിട്ട് ഞാൻ എത്ര വേണമെങ്കിലും നിൽക്കാൻ. എനിക്ക് ഓരോ ദിവസം കൂടുമ്പോൾ എൻ്റെ ശരീരത്തിന് ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതിനൊന്നും വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല. ഈ ഒരു PNHൻ്റെ മരുന്നടിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ അപേക്ഷിക്കുന്നത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി സ്വദേശിയായ ഫരീദ എന്ന് പറയുന്ന 27 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരി PNH എന്ന് പറയുന്ന വളരെ അത്യപൂർവമായ മാരക ക്യാൻസർ രോഗം പിടിപെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ 24 മണിക്കൂറും ഓക്സിജൻ മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ആ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ എസ്റ്റിമേറ്റ് തുക 1,62,00,000 രൂപയാണ്. ഒരു മാസം 27 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനാണ് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നൽകേണ്ടതായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ കൊച്ചു സഹോദരി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം 30 ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വേണ്ടത് 1,32,00,000 രൂപയാണ്. എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ ഈ കൊച്ചു സഹോദരിക്ക് വീണ്ടും ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന് പിന്നീട് ചികിത്സ പോലും നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറും. ഈ PNH എന്ന് പറയുന്ന രോഗം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ മറ്റുള്ള അവയവങ്ങൾക്ക് ഉണ്ടായ അസുഖങ്ങൾ, ലെൻസ് ചുരുങ്ങിയ അവസ്ഥയിലാണ്. അതേപോലെ തന്നെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്. ഈ ചികിത്സകളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആദ്യം ഈ PNH എന്ന് പറയുന്ന ഈ ഒരു മാരക അസുഖത്തിന് ചികിത്സ ലഭ്യമാക്കിയാൽ മാത്രമേ മറ്റുള്ള അസുഖങ്ങൾക്ക് ചികിത്സ നൽകാൻ സാധിക്കുള്ളൂ. വല്ലാത്തൊരു ശാരീരിക ബുദ്ധിമുട്ടിലാണ്, വല്ലാത്തൊരു പ്രയാസത്തിലാണ്, വല്ലാത്തൊരു വേദനയിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. എത്രയും പെട്ടെന്ന് ചികിത്സകൾ ആരംഭിച്ച് ഈ കൊച്ചു സഹോദരിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ പിന്നീട് കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ട് വന്ന് ജീവൻ തന്നെ നിലച്ചു പോകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹമുള്ള തന്റെ മക്കളെ ഓർത്ത് മരണപ്പെട്ടാൽ
എന്റെ കണ്ണ് പോലും അടയില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ കൊച്ചു സഹോദരി പറയുന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണം. 6 മാസത്തെ ചികിത്സക്കാണ് 1,62,00,000 രൂപ ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ 1 മാസത്തെ ചികിത്സക്ക് ആവശ്യമായ തുക നാം കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും 5 മാസത്തെ ചികിത്സകൾ നൽകിയാൽ മാത്രമേ ഈ കൊച്ചു സഹോദരിയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കൂ. ഈ കൊച്ചു മക്കളുടെ മുഖം കാണുന്നില്ല. ഈ കൊച്ചു മക്കൾക്ക് ഈ മാതാവിനെ തിരിച്ചു നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണേ. ഈ കൊച്ചു മക്കളെ അനാഥരാക്കല്ലേ. ഈ കൊച്ചു മക്കൾക്ക് ഈ ഉമ്മയെ തിരിച്ചു കൊടുക്കണേ. നിങ്ങളോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു സഹായം ചെയ്യാനുള്ള ഒരു കാരുണ്യപരമായ മനസ്സ് ഉണ്ടാവണേ പ്രിയപ്പെട്ടവരെ.